ഹായ്. അപ്പം ഞാനൊരു സാധനം കാണിച്ചു തരാവേ. എന്താണെന്ന് വെച്ചാൽ ഞാനത് പരീക്ഷണം ചെയ്തതാണ്. അപ്പോൾ ആ പരീക്ഷണം വിജയിച്ച് കഴിഞ്ഞപ്പം അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് കാണിച്ചു തരാം. ബാ. ഇത് കാണുമ്പം വലിയ വലിയ കൃഷിക്കാർക്കൊന്നും ഇത് വലിയ വലിയ സംഭവമൊന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മളെപ്പോലെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി അതൊക്കെ വിജയിച്ച് കാണുമ്പം അതൊരു വലിയ സന്തോഷമല്ലേ. അപ്പം നമ്മുടെ പരീക്ഷണം എന്താണെന്നോ, ഇതുണ്ടോ നമ്മുടെ മുറ്റത്തെ ചാക്കിനകത്ത് മല്ലി ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഞാൻ നമ്മുടെ മല്ലി പാകിയിട്ടൊക്കെ സിമൻറ്റ് ചാക്കിലും, അതുപോലെ ഞാൻ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേസ്റ്റായ ഒരു ഗ്യാസ് അടുപ്പിനകത്തൊക്കെ ഞാനിങ്ങനെ മല്ലി വിത്ത് പാകിയൊക്കെ പറിച്ച് നട്ട് നല്ല രീതിയിൽ മല്ലിയിലയൊക്കെ ആയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മല്ലിയിലയൊക്കെ റെഡിയായി അത് പറിക്കേണ്ട സമയമായപ്പോൾ അത് പറിക്കുമ്പോഴാണ് ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ തോന്നിയേ, എന്നാൽ 2 ചാക്കിൽ നമുക്ക് അവിടെ മാറ്റി വെക്കാം, എന്നിട്ട് അതിനകത്ത് പൂവുണ്ടാവുമെന്നും നമുക്ക് മല്ലി ഉണ്ടാവുമോ എന്നൊക്കെ അറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ ഒരു പരീക്ഷണം പോലെ 2 ചാക്കിൽ ഞാനവിടെ പറിക്കാതെ വെച്ചു കേട്ടോ. ഇപ്പം നോക്കിയപ്പോൾ അതെല്ലാം നിറച്ച് പൂവുണ്ടായി. എന്നിട്ട് ആ പൂവൊക്കെ കണ്ടോ നമ്മുടെ മല്ലിയായി നിൽക്കുന്നുണ്ടോ. ഇത് കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടം നമുക്ക് ഇതൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് സക്സസ് ആവും എന്നുള്ളതിൻ്റെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ മല്ലിക്കൊക്കെയാണ് വലിയ കീടശല്യം ഒന്നും ഇല്ല കേട്ടോ. മറ്റുള്ളതുപോലെ വെള്ളീച്ചയുടെ ശല്യമോ അതുപോലെ ഇങ്ങനെ എന്താണ് പുള്ളിക്കുത്തോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ പുഴുവിൻ്റെ ശല്യമില്ല, ചീഞ്ഞു പോകുന്നു, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പാകിയതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ സിമൻറ്റ് ചാക്കിനകത്ത് പറിച്ച് നട്ട് അതൊക്കെ നല്ല രീതിയിൽ വളർന്നും വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ ഞാനൊക്കെ നമ്മുടെ ആവശ്യം കഴിഞ്ഞത്, നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പുറത്ത് കൊടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല എന്താ പറയുക, എൻ്റെ മണ്ണ് മാത്രം കഴുകി കളയാനേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല ഫ്രഷ് മല്ലി, ഒരു കീടനാശിനി ഒന്നും തളിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. നല്ലതുപോലെ അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരിത്തിരി നമ്മൾ പാകിയാൽ മതി. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് ഇതേപോലെ നമുക്ക് വേസ്റ്റ് ആയിക്കണമെങ്കിൽ ചാക്കിലോ അതുപോലെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള പൊട്ടിയ പാത്രങ്ങളിലോ ഒക്കെ നമുക്ക് ഈ മല്ലിയിലയും കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ മല്ലിവിത്ത് പാകുന്നത് എങ്ങനെയാണെന്നും എന്താ വളം കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിത്ത് പാകിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് പാകിയതും പറിച്ച് നടുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ മല്ലി കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അത് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ വിചാരിച്ച് അതൊരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതാണ് ഇന്നൊരു കുഞ്ഞു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് മല്ലിയിലയുമായി ഇതുപോലെയൊക്കെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാൻ അറിയുന്നവർക്കും അതേപോലെ വലിയ വലിയ കൃഷിക്കാർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഇതുപോലെ നമ്മുടെ മല്ലിയാണെങ്കിലും കൃഷി ചെയ്യുക. എൻ്റെ മല്ലിയൊക്കെ കണ്ടല്ലോ അവിടെ ചാക്കിലേത് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. അത്യാവശ്യം ഇനിയും പറിക്കാനുണ്ട്. നല്ല മണ്ണൊക്കെ നല്ലപോലെ ഇളകി മണ്ണിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വേരോട്ടമൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് നമുക്ക് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മല്ലി നല്ലതുപോലെ കായായി നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.